നമസ്കാരം. കേരളത്തിലെ CPM പിളർത്തി BJPയിൽ കൊണ്ട് ചേർത്തുമെന്നാണ് EP ജയരാജൻ BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 250 കോടി രൂപ കൊടുക്കണം, 10 കോടി രൂപ ഓരോ MLAയ്ക്കും കൊടുക്കണം. അങ്ങനെ 250 കോടി രൂപ കൊടുത്ത് 25 MLAമാരെ ചാക്കിട്ട് പിടിച്ച് CPMനെ പിളർത്തി അതോടൊപ്പം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. തുടർന്നുണ്ടാകുന്ന ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരും, അങ്ങനെ വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു അദ്ദേഹം ആദ്യം കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ കേരളത്തിലെ 25 MLAമാർ CPM MLAമാരെ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ EP ജയരാജൻ ഡൽഹിയിൽ കൊടുത്ത ലിസ്റ്റിൽ 25 MLAമാരുണ്ട്. അതിൽ നേരത്തെ വന്ന സംശയാലുക്കളായ തിരുവനന്തപുരത്തെ 7 MLAമാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ K അൻസലാം നെയ്യാറ്റിങ്കര, IB സതീഷ് കാട്ടാക്കട, CK ഹരീന്ദ്രൻ പാറശാല, സ്റ്റീഫൻ അരുവിക്കര, കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം, DK മുരളി വാമനപുരം, V ശശി ചിറയിൻകീഴ്. അങ്ങനെ 7 MLAമാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ 7 MLAമാരെ ആണ് ഈ സംശയത്തിൻ്റെ നിഴലിലുള്ളത്. EP ജയരാജൻ കൊടുത്ത 25 പേർ മൊത്തം കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണെന്നുള്ളതാണെന്നാണ് വരുന്നത്. അതിൽ സംശയാലുക്കളായ 7 പേരെ മാർക്സിസ്റ്റ് പാർട്ടി സംശയിക്കുന്ന 7 പേരുടെ പേരാണ് ഞാൻ പുറത്തുവിടുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അത് EP ജയരാജൻ തന്നെ പറയേണ്ടതാണ്. EP ജയരാജൻ ഡൽഹിയിൽ കൊടുത്ത ജാവേദ്കറുമായി സംസാരിച്ചു, അതിൽ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു. അതിൽ വെളിപ്പെട്ട ചില കാര്യങ്ങളാണ് EP ജയരാജൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള വിവരം. ഒരു കൊല്ലം മുമ്പ് ക്രൈം ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. EP ജയരാജൻ BJPയിലേക്ക് ചേരാൻ പോയി, ഡൽഹിയിൽ പോയി ചർച്ചകൾ നടത്തി എന്നുള്ള വിവരം പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വെളിപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. രണ്ടാഴ്ച മുമ്പ്, 16-17 ദിവസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ എനിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. EP ജയരാജൻ BJPയിലേക്ക് ചേരാൻ വന്നിരുന്നു, എന്നാൽ ചില വ്യവസ്ഥകൾ വന്നപ്പോൾ മാറിപ്പോയി എന്നാണ്. ഈ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ CPMനെ നെടുകെ പിളർത്തി BJPയിൽ ചേർക്കുമെന്നുള്ള കാര്യം. അത് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. എങ്ങനെ ചേർക്കും? EP ജയരാജൻ മാത്രം വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിൽ 25ഓളം MLAമാരെ ചാക്കിട്ട് പിടിച്ച് അതിൽ അവർക്ക് കൊടുത്ത് അങ്ങനെ കൊണ്ടുവരികയും ഈ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിൽ പെട്ടെന്ന് മന്ത്രിസഭ പിരിച്ചുവിടും. ഈ സന്ദർഭത്തിൽ ഇലക്ഷൻ നടക്കും. 25 MLAമാർ കൂറുമാറുമ്പോൾ കൂടാതെ 5-6 വരുന്ന NCPയിലെയും ജനതാദൾ യുയിലും മറ്റുള്ള ആൾക്കാരെയും കൂടി കൂട്ടുപിടിച്ച് നമ്മളെ ഗണേശനടക്കമുള്ള ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. ഇവരെല്ലാവരെയും കൂട്ടുപിടിച്ച് കൃത്യമായിട്ട് 31 പേരോളം കൃത്യമായി ചേർത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് EP ജയരാജൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ശോഭാ സുരേന്ദ്രനുമായി ഡിസ്കസ് ചെയ്തു എന്നുള്ള വിവരമാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓരോ ജില്ലയിലും സംശയാലുക്കളായ പാർട്ടി സംശയിക്കുന്ന ആളുകളുണ്ട്. അതിൽ 7 പേരാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 7 പേരാണ് തിരുവനന്തപുരത്തെ 7 MLAമാർ. 10 കോടി രൂപ അവർക്ക് ഓഫർ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു എന്നുള്ള വിവരങ്ങളിലൂടെ കൂടിയാണ് വരുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട് ഇല്ല എന്നൊക്കെ അവർ കൂടിയാണ് പറയേണ്ടത്, നമ്മളല്ല. പക്ഷേ ഇന്ന് എല്ലാം കൂടെ മാർക്സിസ്റ്റ് പാർട്ടി ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. നാളെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടുകയാണ്. അതിൽ EP ജയരാജനെ പറ്റി EP ജയരാജന് നടപടി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും നടക്കാൻ പോകില്ല. ഇപ്പോഴത്തെ പിണറായി വിജയൻ അപ്പുറത്ത് ഭയങ്കര ബന്ധമാണ് BJPയുമായിട്ട്. അതുകൊണ്ടാണ് അതായത് EP ജയരാജനേക്കാൾ വലിയ ബന്ധം പിണറായി വിജയന് BJPയുമായിട്ടുണ്ട്, BJPക്ക് പിണറായി വിജയനുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള രൂപത്തിൽ പിണറായി വിജയനെ ഇവിടെ നിലനിർത്തുന്നത്. അദ്ദേഹം മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നൊക്കെ അമിത്ഷാ പറഞ്ഞിട്ടാണ് നമുക്ക് അറിയാം. ഇവിടെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. 300 കോടി രൂപയാണ് ഇതിനകത്ത് അടിച്ചെടുത്തതെന്ന് ഗ്രോവാസു പറയുകയുണ്ടായി. എന്തായാലും ഇവിടെ കേരളത്തിൽ ഇന്നിപ്പം മാർക്സിസ്റ്റ് പാർട്ടി വലിയൊരു ആഭ്യന്തര കലഹം നടക്കുന്നു, ആഭ്യന്തര പൊട്ടിത്തെറിയിലേക്ക് നടക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഇലക്ഷൻ ദിവസം EP ജയരാജൻ വന്ന് ഈ കാര്യം പറഞ്ഞത്. അത് കൃത്യമായുള്ളൊരു അറിയിപ്പാണ്. അതേ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? അന്നേ ദിവസം വന്നു കഴിഞ്ഞാൽ CPMൻ്റെ ഒരു ഭാഗം ആളുകൾ BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് ഏത് കണ്ണ് പൊട്ടനും
ഏത് ചെവിട് പൊട്ടനും പറയാവുന്നതാണ്. അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. EP ജയരാജൻ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും വിദേശത്ത് അദ്ദേഹത്തിന് റിഫൈനറി ഡിപ്പോസിറ്റ് ഇതെന്ന് പറയുന്ന 3000 കോടിയുടെ കാര്യത്തിലും അങ്ങനെ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അദ്ദേഹം കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഊരാൻ പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് EP ജയരാജൻ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പത്രസമ്മേളനം ശോഭാ സുരേന്ദ്രൻ നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് അതിനൊക്കെ വേണ്ടി കാത്തു നിൽക്കാം. എന്തായാലും ഈ 7 MLA-മാർ തിരുവനന്തപുരത്തെ ഈ 7 MLA-മാർ തീർച്ചയായും പാർട്ടി നിരീക്ഷണത്തിലാണ്. നന്ദി, നമസ്കാരം.